നമസ്കാരം. നാടിൻ്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. നാളെ ഡിസംബർ 16 വിജയത്തിൻ്റെ ദിവസമാണ്, വിക്ടറി ഡേ. നാളത്തെ ദിവസത്തിന് മറ്റ് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. നമുക്ക് വേഗം ദിനവിശേഷങ്ങളിലേക്ക് പോകാം. നാളെ ഡിസംബർ 16 വിജയ ദിനമാണ്, വിക്ടറി ഡേ. ബഹ്റിൻ ദേശീയ ദിനമാണ്, നാഷണൽ ഡേ ഓഫ് ബഹ്റിൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നാഴികക്കല്ലായ ബോസ്റ്റൺ ടീ പാർട്ടി അരങ്ങേറി 1773 ഇത്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആപേക്ഷിക സിദ്ധാന്തം പ്രസിദ്ധീകരിച്ചു. 1915 പ്രസിദ്ധീകരിച്ചത്. തെലുങ്കു ഭാഷ സംസാരിക്കുന്നവർക്കായി പ്രത്യേകം സംസ്ഥാനം വേണമെന്നാവശ്യപ്പെട്ട് നിരാഹാരമിരുന്ന ആന്ധ്രയിലെ പോറ്റി ശ്രീരാമലു അന്തരിച്ചു. 1952 ഈ വിയോഗം. പവിഴദ്വീപ് എന്നറിയപ്പെടുന്ന ബഹ്റിൻ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. 1971 ഈ സ്വാതന്ത്ര്യ നേട്ടം. വാതക ദുരന്തത്തെ തുടർന്ന് ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡ് കമ്പനിയിൽ അവശേഷിച്ച മീഥൈൽ ഐസോസയനേറ്റും നിർവീര്യമാക്കാനുള്ള ഓപ്പറേഷൻ ഫെയ്ത്ത് ആരംഭിച്ചു. 1984 ഇത്. 1971 നമ്മുടെ വിമോചന യുദ്ധത്തിലെ ആത്യന്തിക വിജയത്തിൻ്റെ സ്മരണയ്ക്കായി ഡിസംബർ 16 വിജയദിനം ആഘോഷിക്കുന്നു. 1971 ഈ ദിവസമാണ് പാകിസ്ഥാൻ സൈന്യം ധാക്കയിൽ കീഴടങ്ങിയത്. സഖ്യസേനാ കമാൻഡർ ജനറൽ ജഗ്ദീപ് സിംഗ് അറോറയ്ക്ക് മുന്നിൽ പാകിസ്ഥാൻ ജനറൽ AK നിയാസി ഔദ്യോഗികമായി കീഴടങ്ങി. നീണ്ട 9 മാസത്തെ വംശഹത്യയ്ക്കും രക്തസ്നാനത്തിനും ശേഷം ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടി. 1971 മാർച്ച് 26 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതു മുതൽ ഡിസംബർ 16 വരെ വിജയം നേടിയതുവരെ 3 ദശലക്ഷം ആളുകൾ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ചു. രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി രാജ്യത്തുടനീളം വിവിധ പരിപാടികളും പ്രവർത്തനങ്ങളും നടന്നുവരുന്നു. വാർത്തകളുടെ ഓട്ടപ്രദർശനത്തിലേക്ക്. വെടിനിർത്തലിന് സമ്മർദ്ദം, നിർത്തില്ലെന്ന് ഇസ്രായേൽ. ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് പരിക്ക്. ഇന്ത്യൻ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത് 5 കോടി കേസുകൾ. ലൈംഗികാതിക്രമം. സിവിൽ ജഡ്ജി ജീവനെടുക്കാൻ അനുവാദം തേടിയ സംഭവത്തിൽ ചീഫ് ജസ്റ്റിസ് റിപ്പോർട്ട് തേടി. IFFK സമാപന വേദിയിൽ ഇത്തവണയും രഞ്ജിത്തിന് കൂവൽ. കേരളത്തിൽ 2 ദിവസം മഴയ്ക്ക് സാധ്യത. അയൽപ്പക്ക വാർത്തകളിലേക്ക്. നവകേരള സദസ്. രാജാവും രാജാവിൻ്റെ കൂടെയുള്ള അടിമകളുടെയും യാത്രയെന്ന് PC വിശ്വനാഥ് MLA. നവകേരള സദസ് വിളംബര ജാഥ നടത്തി. വീണ്ടും നവകേരള സദസ് ഫ്ലാഷ് മോബും കൂട്ടയോട്ടവും നടത്തി. നമ്മൾ ആംബുലൻസുകളും ഫയർ എഞ്ചിനുകളുമാകണം. കവി പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള. സഖാവ് കാനം രാജേന്ദ്രനെ അനുസ്മരിച്ചു. കിഴക്കേക്കടയിൽ വർക്കിംഗ് ഗ്രൂപ്പ് ചേർന്നു. പേരേത്ത് മുട്ടക്കോഴികളെ വിതരണം ചെയ്തു. കിഴക്കേക്കട പഞ്ചായത്തിൽ കന്നുകുട്ടികളെ വിതരണം ചെയ്തു. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഓഫർ ഡിസംബർ 20 മുതൽ ജനുവരി 5 വരെ. ഓരോ പർച്ചേസിനോടുമൊപ്പം ക്രിസ്മസ് കേക്കും വിലയേറിയ നിരവധി സമ്മാനങ്ങളും. സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ മറ്റെങ്ങും ലഭിക്കാത്ത സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ചിന്നൂസ് ബിഗ് വാല്യൂ എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയേക്കാൾ 400 രൂപ അധികം നേടാം. വിവാഹ പാർട്ടികൾക്ക് 2% പണിക്കൂലിയിൽ ആരംഭിക്കുന്ന പരിണയ ബ്രൈഡൽ കളക്ഷനുകൾ. കൂടാതെ ഫെസ്റ്റിവൽ ദിനങ്ങളിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം. ഏവർക്കും ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. നവകേരള സദസ്. രാജാവും രാജാവിൻ്റെ കൂടെയുള്ള അടിമകളുടെയും യാത്രയെന്ന് PC വിശ്വനാഥ് MLA. കേരള യാത്ര എന്നത് ജനകീയ പ്രവർത്തകരുടെ യാത്രയല്ലെന്നും അത് രാജാവിൻ്റെ കൂടെയുള്ള കുറേ അടിമകളുടെയും യാത്രയാണെന്നും ഇത് ജനങ്ങൾക്കോ സംസ്ഥാനത്തിനോ യാതൊരു ഗുണവും ചെയ്യുന്നതല്ലെന്നും PC വിശ്വനാഥ് MLA. കുണ്ടറ നിയോജകമണ്ഡലത്തിൽ ഈ മാസം 29 നടക്കുന്ന വിചാരണ സദസ്സിൻ്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDF നിയോജകമണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം അധ്യക്ഷത വഹിച്ചു.
DCC പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്, TC വിജയൻ, ഷെരീഫ് ചന്ദനത്തോപ്പ്, ഗഫൂർ ലബ, കുളത്തൂർ രവി, കായ്ക്കര നവാബ്, രാജോടി പണിക്കർ, K ബാബുരാജൻ, ആന്റണി ജോസ്, G വേണുഗോപാൽ, കരട ഫ്രാൻസിസ്, നസിമുദ്ദീൻ ലബ, AL നിസാമുദ്ദീൻ, TK കുമ്പക്കാടൻ, U വാഹിദ എന്നിവർ സംസാരിച്ചു. രാജാവിന്റെ എഴുന്നള്ളത്തിനെ ആണ് അനുസ്മരിപ്പിക്കുന്നത്. രാജാവും രാജാവിന്റെ കുറെ അടിമകളുണ്ട്. രാജാവ് എന്തു പറഞ്ഞാലും, രാജാവ് രാത്രി പകലാണെന്ന് പറഞ്ഞാൽ ബാലഗോപാൽ പറയും നട്ടുച്ചയാണെന്ന്. അങ്ങനെ സ്വന്തമായ അഭിപ്രായമില്ലാത്ത, വ്യക്തിത്വമില്ലാത്ത കുറെ ആളുകളെയും കൊണ്ട് അദ്ദേഹം ഇങ്ങനെ എഴുന്നള്ളത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂചിപ്പിച്ചു പല സ്ഥലത്തും വിചിത്രമായ ഉത്തരവുകൾ ഇറക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ കൊയിലാണ്ടിയിൽ ഇദ്ദേഹത്തിന്റെ എഴുന്നള്ളത്തിന്റെ ഭാഗമായി കൊയിലാണ്ടി മുനിസിപ്പൽ സെക്രട്ടറി ഒരു സർക്കുലർ ഇറക്കി. കൊയിലാണ്ടി നഗരസഭയിലെ എല്ലാ വാർഡിലും ഈ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രജാപതി എഴുന്നള്ളുന്ന ആ റൂട്ടിൽ റോഡിന്റെ ഇരുവശത്തുമുള്ള വീട്ടിലുള്ള ആളുകൾ വീടിന്റെ മുമ്പിൽ വിളക്ക് കത്തിച്ചു വെച്ച് സ്വീകരിക്കണമെന്നാണ്. അദ്ദേഹത്തെ പൊങ്കാലയിടുകയോ പറകെടുക്കുന്നത് നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് പോലെ ഇദ്ദേഹത്തെ വരവേൽക്കണം. ഇങ്ങനെ വിളക്ക് കത്തിച്ച് ഇങ്ങനെ കുനിഞ്ഞ് വണങ്ങി തൊഴുത് രണ്ടു വശത്തും ആളുകൾ നിൽക്കണം. അപ്പൊ അദ്ദേഹം ഇങ്ങനെ എല്ലാവരും അനുഗ്രഹിച്ച് അതുവഴി കടന്നുപോകും. ആലുവയിലെ എത്താറായപ്പോഴത്തേക്ക് ആലുവയിലെ മുനിസിപ്പൽ സെക്രട്ടറിയും ജില്ലാ ഭരണകൂടവും ഒരു ഉത്തരവിറക്കി. മുഖ്യമന്ത്രി ഇന്ന ദിവസം ആലുവയിൽ എത്തുന്നുണ്ട്. അന്ന് കാലത്ത് മുതൽ ഇദ്ദേഹം ജില്ല വിടുന്നത് വരെ ഗ്യാസ് അടുപ്പുകൾ ആരും പ്രവർത്തിപ്പിക്കരുത്, ഉപയോഗിക്കരുതെന്ന്. നമുക്ക് മനസ്സിലാവുന്നില്ല, മുഖ്യമന്ത്രി ആലുവയിൽ വരുന്നതും നമ്മുടെ വീട്ടിൽ ഗ്യാസ് കത്തിക്കുന്നതുമായിട്ട് എന്താണ് ബന്ധം? കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വിഡ്ഢികളാണ്. അദ്ദേഹത്തിന്റെ മന്ത്രിമാർ അടിമകളായിരിക്കാം. കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയന്റെ അടിമകളല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ തെളിയിക്കാൻ പോവുകയാണ്. മാധ്യമ സർവേ കൊണ്ട് മാത്രമൊന്നുമല്ല പാർലമെന്റ് ഇലക്ഷന്റെ വിജയത്തെ കുറിച്ച് പറയുന്നത്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ദിവസവും സാധാരണക്കാരായ മനുഷ്യരെ, കർഷകരെ, കശുവണ്ടി തൊഴിലാളികളെ, പാവപ്പെട്ടവരെ നിരന്തരം കാണുന്നവരാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ദാർഢ്യത്തിനും ധിക്കാരത്തിനും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചടി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. റെസ്റ്റോറന്റ്, കൊട്ടിയിൽ ജംഗ്ഷൻ, മാമൂട്, കേരളപുരം. ഞങ്ങളുടെ സഹോദര സ്ഥാപനം കൊച്ചിയിൽ ഈവന്റ് മാനേജ്മെന്റ്. ഹോം ഡെലിവറിക്കായി വിളിക്കൂ 9809512541 9446107567 9567288311 8943326520. നവകേരള സദസ് ITI വിദ്യാർത്ഥികൾ വിളംബര ജാഥ നടത്തി. നവകേരള സദസ്സിന്റെ ഭാഗമായി ചന്ദനത്തോപ്പ് ITIയിലെ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ V സജീവ് അധ്യക്ഷത വഹിച്ചു. കൊറ്റങ്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H ഹുസൈൻ, പെരുന്നാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് L അനിൽ, ക്ഷേമസമിതി അധ്യക്ഷൻ മുഹമ്മദ് ജാഫി എന്നിവർ നേതൃത്വം നൽകി. നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം കൂട്ടയോട്ടം നടത്തി. ഇളമ്പളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റജി കലമ്പിള, കുണ്ടറ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ്, ഇളമ്പളൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുജാത മോഹൻ,
ഇളമ്പുള്ളൂർ SNSM ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ബി അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. നവകേരള സദസ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും ഇളമ്പള്ളൂർ പഞ്ചായത്തിൻ്റെ കൂട്ടോട്ടവും നടത്തി. കുന്നത്തൂർ അസംബ്ലി മണ്ഡലം നവകേരള സദസ്സിന്റെ പ്രതിനിധാർത്ഥം കിഴക്കേക്കട പഞ്ചായത്ത് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥയും കൂട്ടയോട്ടവും സംഘടിപ്പിച്ചു. വില്ലേജ് ജംഗ്ഷൻ, കൊച്ചുപ്ലാമൂട്, 2 റോഡ് എന്നിവിടങ്ങളിൽ നിന്നും ആരംഭിച്ച ജാഥകൾ ചുറ്റുമലയിൽ എത്തിച്ചേർന്നു. തുടർന്ന് ചേർന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാൾഡ്വിൻ ഉദ്ഘാടനം ചെയ്തു. ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ സുചിത്രാദേവി, പഞ്ചായത്ത് അംഗങ്ങളായ എസ് സജിലാൽ, ശ്രുതി എസ്, എ സുനിൽകുമാർ, വി പ്രദീപ് കുമാർ, മല്ലിക, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉഷാദേവി, MS അനിൽകുമാർ, ജി വേലായുധൻ, NS ശാന്തകുമാർ, N അജിത് പ്രസാദ്, N വിജയൻ, അഡ്വക്കേറ്റ് സി ബിനു, ഷാജിമോൻ കെ എന്നിവർ സംസാരിച്ചു. നമ്മൾ ആംബുലൻസുകളും ഫയർ എഞ്ചിനുകളുമാകണമെന്ന് കവി പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള. 4 പതിറ്റാണ്ടായി കുണ്ടറയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന റെയിൽവേ മേൽപ്പാലങ്ങൾക്കായി ജനങ്ങൾ ഓരോരുത്തരും ആംബുലൻസുകളും ഫയർ എഞ്ചിനുകളുമായി സമരത്തിന്റെ തീഷ്ണതയും വേഗതയും വർദ്ധിപ്പിക്കണമെന്ന് കവി പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള. കുണ്ടറ പൗരസമിതി നവകേരള സദസ്സിന് മുന്നോടിയായി കുണ്ടറയുടെ ആവശ്യങ്ങൾ ജനസമക്ഷം സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമിതി പ്രസിഡന്റ് KO മാത്യു പണിക്കർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശിവൻ വേളിക്കാട് വിഷയം അവതരിപ്പിച്ചു. ഫാസ്റ്റ് സെക്രട്ടറി PMA റഹ്മാൻ, ഫൈൻ ആർട്സ് അസോസിയേഷൻ സെക്രട്ടറി പ്രൊഫസർ മാത്യു വർഗീസ്, SNSM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബി അനിൽകുമാർ, വ്യാപാര വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി നന്ദകുമാർ, റോട്ടറി ക്ലബ്ബ് ഡിസ്ട്രിക്ട് അസിസ്റ്റന്റ് ഗവർണർ ഡാനിയൽ കുട്ടി, സെക്രട്ടറി സതീഷ് വർഗീസ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഫയർ എഞ്ചിന്റെ ഉദ്യോഗസ്ഥന്മാർ പക്ഷേ ഈ ഫയർ എഞ്ചിൻ നിലവിളിക്കുകയാണ്, എനിക്ക് അപ്പുറത്ത് കടക്കാൻ പറ്റുന്നില്ല. നിസ്സഹായരായി നിൽക്കുന്ന ഫയർ എഞ്ചിനുകൾ, നിസ്സഹായരായി നിൽക്കുന്ന ആംബുലൻസുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഘടകമാണ്. അപ്പോൾ അതിനാണ് നമ്മളും ഓരോ ആംബുലൻസുകളാണ്, നമ്മളും ഓരോ ഫയർ എഞ്ചിനുകളാണ്. നമുക്ക്, ഞാൻ എൻ്റെ വർത്തമാനം കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, നമുക്ക് ആവശ്യങ്ങൾ പലതാണ്. ഇപ്പോഴത്തെ ആവശ്യം നേരത്തെ പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ പല പ്രാവശ്യം ഭരണാനുമതി അനുവദിക്കപ്പെടുകയും ചെയ്തതിനാൽ സാങ്കേതികമായും ഭരണപരമായുമുള്ള തടസ്സം സദസ് കുണ്ടറ പൗരസമിതി ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റിന് കൊടുക്കുന്ന പരാതികളാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. എല്ലാവരും അറിയേ നമ്മൾ ഏതെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് നിവേദനങ്ങളായിട്ട് ഓരോ മന്ത്രിമാർക്കും വകുപ്പ് തിരിച്ച് 19 നമ്മൾ കൊടുക്കും. ഒരു പരീക്ഷണമാണ്. നമ്മൾ വലിയ പ്രതീക്ഷയോടെയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. 19 വരുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന നടപടികൾ ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഈ നിവേദനങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. നവകേരള സദസ്സ് ചന്ദനത്തോപ്പ് ഗവൺമെന്റ് BTSയിലെ കുട്ടികൾ വിളംബര ജാഥയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. പെരുന്നാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് S അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. BTC പ്രിൻസിപ്പൽ ജെസി, IT പ്രിൻസിപ്പൽ സജീവ്, ഷാജഹാൻ, L അനിൽ, V മനോജ്, ഫൈസൽ, ജയരാജ്, ശരവണൻ, സ്റ്റാഫ് സെക്രട്ടറി ഷിംന എന്നിവർ സംസാരിച്ചു. ഫ്ലാഷ് മോബ്, ഗാനമേള എന്നിവ സംഘടിപ്പിച്ചു. സഖാവ് കാനം രാജേന്ദ്രനെ അനുസ്മരിച്ചു. ആരുടെ മുഖത്ത് നോക്കി തന്റെ ഇടത്തോടെ ആർജവത്തോടെ സത്യം വിളിച്ചു പറയുന്ന നേതാവായിരുന്നു കാനം രാജേന്ദ്രൻ എന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. CPI കുണ്ടറ മണ്ഡലം കമ്മിറ്റി മുക്കടയിൽ സംഘടിപ്പിച്ച അനുശോചന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാനം എല്ലാവരെയും സമഭാവനയോടെ കാണുന്ന നേതാവായിരുന്നു എന്ന് PC വിഷ്ണുനാഥ് MLAയും അനുസ്മരിച്ചു. മണ്ഡലം സെക്രട്ടറി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം C ബാൾഡ്വിൻ, RSP ദേശീയ സമിതി അംഗം TC വിജയൻ, A ഗ്രേഷ്യസ്, രാജുടി പണിക്കർ, ജലജ ഗോപൻ, ST അഭിലാഷ്, R ഓമനക്കുട്ടപ്പിള്ള എന്നിവർ സംസാരിച്ചു. CPI കൊറ്റങ്കര ലോക്കൽ കമ്മിറ്റി കേരളപുരത്ത് അനുശോചന യോഗം ചേർന്നു. AITUC ജില്ലാ സെക്രട്ടറി G ബാബു ഉദ്ഘാടനം ചെയ്തു. CPI കൊറ്റങ്കര ലോക്കൽ സെക്രട്ടറി N പ്രഭാകരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. PS ഹബീബ് മുഹമ്മദ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. R സുരേഷ് ബാബു, TC വിജയൻ, KRV സഹജൻ, ചന്ദനത്തോപ്പ് ഷെരീഫ്, N ഗോപാലകൃഷ്ണൻ, ഫറൂഖ് നിസാർ, കൊല്ലങ്കാവ് ജയശീലൻ എന്നിവർ സംസാരിച്ചു. അദ്ദേഹം പോകാത്ത മേഖലകളില്ല.
ഞാൻ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ബ്രാഞ്ച് ഘടകം മുതൽ വിദ്യാർത്ഥി സംഘടനാ തലം മുതൽ AIVF-ന്റെ നേതാവ് എന്നുള്ള നിലയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറി നിലയിൽ ഒക്കെ വളരെ ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം അദ്ദേഹത്തിന്റെ കയ്യൊപ്പുകൾ കാണാം. ഒരുപക്ഷെ വളരെ ചെറുപ്പത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി വരാൻ അദ്ദേഹത്തിന് അവസരമുണ്ടായി. പക്ഷെ പിന്നീട് അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി ഈ പാർട്ടിയെ നയിച്ചു കൊണ്ടുപോകാൻ ഇടയായത് അന്നത്തെ ആ പ്രവർത്തനത്തിൽ കിട്ടിയ പരിചയമായിരിക്കും. കാര്യം NE ബലറാമിന്റെയും CH മേനോന്റെയും സഖാബ് MNന്റെയും ഒപ്പം ഭാർഗവനാശാന്റെയും ഒക്കെ ഒപ്പം വളരെ ചെറുപ്പത്തിൽ ചെറുപ്രായത്തിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അങ്ങനെ ഒരു ഭാഗ്യം, അങ്ങനെ ഒരു അവസരം ലഭിക്കുന്ന വളരെ കുറച്ചു പേർക്ക് മാത്രമാണ്. അതിൽ അത്തരമൊരു ഭാഗ്യം ലഭിച്ച ആളാണ് അദ്ദേഹം. ഒരിക്കലും അദ്ദേഹം മടി കാണിച്ചിരുന്നു. അപ്പോഴും സമന്വയത്തിൻ്റെതായ ഒരു മാർഗവും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. CPI സെക്രട്ടറി എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും മാത്രമല്ല, ഞാനടക്കമില്ല കേരളത്തിലെ എല്ലാ വിഭാഗം പൊതുപ്രവർത്തകർക്കും അദ്ദേഹത്തോട് ബഹുമാനവും ആദരവുമുണ്ട്. അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അപ്രതീക്ഷിതമായിരുന്നു. അസുഖം ആയി ആശുപത്രിയിലാണ് എന്നെല്ലാവർക്കും അറിയാമായിരുന്നെങ്കിലും ബഹുമാനപ്പെട്ട സ്പീക്കർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് ഒരു 3 മാസം കഴിഞ്ഞാൽ ഞാൻ സജീവമായി വീണ്ടും പ്രവർത്തന മണ്ഡലത്തിലേക്ക് മടങ്ങി വരും എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പും ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുള്ളപ്പോൾ പോലും CPI സെക്രട്ടറി എന്ന നിലയിൽ LDF-ന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ രണ്ടാമത്തെ നേതാവ് എന്ന നിലയിൽ ഉള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ, അദ്ദേഹത്തിന്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊന്നും ഒരു ഘട്ടത്തിലും ബാധിച്ചിരുന്നതേ ഇല്ല എന്നതുകൊണ്ട് തന്നെ സംഘത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭയിൽ MLA-മാർ നടന്ന പ്രസംഗവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്തുപയോഗിച്ചുകൊണ്ടാണ് നിരവധി പ്രസംഗങ്ങൾ. ഇപ്പം പി ബാലനെ കുറിച്ച് എനിക്ക് പറഞ്ഞത്, ഈ വാഴനാര് എടുത്ത് കാണിച്ചാൽ കൊടലെന്ന് സമർത്ഥിച്ച് അംഗീകാരം നേടാൻ കഴിയുന്ന ഒരാളെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെ പി ബാലൻ, അതുപോലെ NI ദേവസ്യക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. ഈ നിരവധി, ഞാൻ അതിന്റെ ഓരോരുത്തരുടെയും പേര് പറയുന്നു. പക്ഷെ നിയമസഭയിൽ കാലം നടത്തിയിട്ടുള്ള പ്രോജ്വലമായ പ്രസംഗങ്ങളും വളരെ അർത്ഥസമ്പുഷ്ടമായ നമുക്ക് നാളെ കരുതി പഠിക്കാനും മനസ്സിലാക്കാനും പ്രവൃത്തിപഥത്തിൽ എത്തിക്കാനും കഴിയുന്ന തരത്തിൽ ഞാൻ കണ്ട ആര് എന്ന ഷോർട്ട് ഫിലിം, ആദ്യം തന്നെ പറയട്ടെ, ശരിക്കും പറഞ്ഞാൽ ഒരു ഷോർട്ട് ഫിലിമിനുള്ള ഏറ്റവും നല്ലൊരു അവാർഡ് കിട്ടേണ്ട ഒരു ഷോർട്ട് ഫിലിം പറയാൻ കാരണം, അത് അവാർഡ് കിട്ടേണ്ട ഷോർട്ട് ഫിലിം, കാലഘട്ടത്തിൻ്റെ ഒരു ഷോർട്ട് ഫിലിമാണെന്ന് പറയാൻ കാരണം 1-2 കാരണങ്ങളുണ്ട്. അതിലൊന്ന്, വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് വരച്ച് കാണിക്കുന്നുണ്ട് അമ്മമാരുടെ ലാളനം. ലാളിക്കാം, നമുക്ക് മക്കളുമാരെ ലാളിക്കാം, പക്ഷെ ഒരു പരിധി വിട്ട് അല്ലെങ്കിൽ ശ്രദ്ധയില്ലാത്ത ലാളന, ഇത് വെറും ലാളനയിൽ മാത്രം കുട്ടികളുടെ എന്ത് കുരുത്തക്കേടുകൾ കണ്ടു കഴിഞ്ഞാലും, എന്ത് പരാജയം കണ്ടു കഴിഞ്ഞാലും അത് പ്രത്യേകിച്ച് അച്ഛനോട് പറയാതെ, അച്ഛൻ അടിക്കുമെന്നുള്ള പേടി കൊണ്ട് അച്ഛനോട് പറയാതെ കുട്ടികൾക്ക് ഒരുപാട് ലാളന കൊടുക്കുന്നുണ്ട്. അത് ശ്രദ്ധയില്ലാത്ത ലാളനയാണത്. ഇതിനകത്ത് കൃത്യമായിട്ട് ഈ ആരെന്ന ഈ ഷോർട്ട് ഫിലിമിൽ വരച്ചു കാണിക്കുന്നുണ്ട്. വളരെ മൗനമായിട്ടാണ് ഇത് പോകുന്നത്. ഈ ഷോർട്ട് ഫിലിം ഫുള്ളായിട്ട് മൗനമായിട്ടാണ് പോകുന്നത്. കാര്യം പറഞ്ഞാൽ ഈ മൗനം തന്നെ നമ്മുടെ ഈ കാലത്തെ ഏറ്റവും വലിയ കില്ലറായിട്ടുള്ള ലഹരിയെ ഈ മൗനത്തിൽ കൂടി വളരെ നല്ല രീതിയിൽ വരച്ചു കാണിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണിത്.
ഇതിനകത്ത് അഭിനേതാക്കളെല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, ഇതിൻ്റെ സംവിധാന മികവ്, ഇത് മൗനമായിട്ട് പോവുകയാണെങ്കിൽ തന്നെയും നമ്മളിൽ ഒരുപാട് നമ്മൾ തന്നെ ഒരുപാട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനുകാലികമായിട്ടുള്ള കാര്യങ്ങളായാലും കുട്ടിക്കാലത്ത് പല ഘട്ടങ്ങളായിട്ടാണ് ഈ ഷോർട്ട് ഫിലിം പോകുന്നത്. ഒന്നെന്ന് പറയുമ്പം പിന്നെ ബാല്യം, കൗമാരം, യൗവനം, ഇങ്ങനെ പല ഘട്ടങ്ങളായിട്ടാണ് ഈ ഷോർട്ട് ഫിലിം വളരെ അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാ മക്കളുമാരും വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുള്ള തുളസിയണ്ണനായാലും അതുപോലെ തന്നെ അമ്മയായിട്ട് അഭിനയിച്ചവരും എല്ലാം വളരെ ഗംഭീരമായിട്ട് ഒരു പുതിയൊരു ഷോർട്ട് ഫിലിം അഭിനയിക്കുകയാണെന്നുള്ള ഒരു തോന്നില്ലാതെ വളരെ ഗംഭീരമായിട്ട് തുടക്കം തന്നെ ആദ്യം ഏറ്റവും കൊച്ചു പയ്യനായിട്ട് അഭിനയിച്ച അതൊക്കെ വളരെ പിന്നെ നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു അഭിനയമാണ് ആ പയ്യൻ്റെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തീപ്പെട്ടിയൊക്കെ വരച്ച് ആ സംവിധാനത്തിൻ്റെ കഴിവ് വളരെ വലുതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആ തീപ്പെട്ടി വരച്ചവൻ അതിൽ കൂടി അവൻ്റെ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു ഭ്രാന്തമായ ചിന്ത അത് കഴിഞ്ഞിട്ട് അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് നടക്കുമ്പോൾ ചിരിക്കുന്നതൊക്കെ നമ്മളിൽ വല്ലാത്തൊരു ചിന്തയിലേക്ക് എത്തിക്കും. ഒറ്റയ്ക്ക് മറ്റു കൂട്ടുകെട്ടൊന്നുമില്ല, ഒറ്റയ്ക്ക് അവൻ നടക്കുന്നു, അവൻ്റെ ആ ഭ്രാന്തമായിട്ടുള്ള ചിന്ത, ആ ചിന്തയിൽ കൂടി അവൻ ഉള്ളിൽ കാണുന്ന വല്ലാത്തൊരു ഭ്രാന്തമായ അവസ്ഥ അവൻ്റെ ആ ഒരു ചെറിയ ചിരിയിൽ കൂടി എന്ത് മനോഹരമായിട്ട് വരച്ച് കാണിക്കുന്നുണ്ടെന്നറിയാവോ? എന്ത് മനോഹരമായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് അവൻ്റെ ആ ഒരു ചെറിയ പൊരുത്തക്കേടുകൾ അമ്മ അത് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയും ഇത് മനസ്സിലാക്കിയ ഇത് കണ്ടുകൊണ്ട് വന്ന ആ അച്ഛൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഉള്ളിൽ ആ വാത്സല്യത്തിൻ്റെതായിട്ടുള്ള ഒരു നീറ്റലുണ്ടാകുന്നു എന്ന് പറയാൻ അവൻ എങ്ങോട്ട് പോകുന്നു അത് വളരെ വലിയതായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട്. എങ്ങോട്ട് പോകുന്നു, അവൻ വളരെ മോശമായ അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് അച്ഛന് തോന്നി. ഇന്നത്തെ കാലത്ത് നമ്മൾ ഓരോ വീട്ടിലും അനുഭവിക്കുന്ന പ്രശ്നമാണ്. അച്ഛനും അമ്മയും തമ്മിൽ രണ്ട് രീതിയിലാണ് പോകുന്നത്. ഒന്നെന്ന് പറയുമ്പോൾ അമ്മയുടെ വാത്സല്യം, രണ്ടെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ പിന്നെ ശിക്ഷാ നടപടികൾ. ഇതിനകത്ത് അത് അച്ഛൻ വളരെ ഇത് കാണുമ്പോൾ അച്ഛൻ വേദനിക്കുകയാണ്. പക്ഷേ അച്ഛനൊന്നും ചെയ്യാനും പറ്റുന്നില്ല. അതിനകത്ത് പിന്നെ ഇവൻ്റെ ഇവനെ വളർന്നു വരുമ്പോഴത്തേനും ഓരോ ഗുരുത്തക്കേടിലും അമ്മ അവനെ ന്യായീകരിച്ച് അല്ലെങ്കിൽ അച്ഛനെ കുറ്റപ്പെടുത്തി പോകുമ്പോൾ, പക്ഷേ അവനിൽ അന്നേരം വളർന്നുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുന്ന വളരെ ഭ്രാന്തമായിട്ടുള്ള ആ ഒരു മാനസിക വിഭ്രാന്തി അത് അവസാനം അവനെ ലഹരിയിലേക്ക് എത്തിക്കുന്നു. ഇത് മനസ്സിലാക്കുന്ന അച്ഛനാണെങ്കിൽ വളരെ ദേഷ്യപ്പെട്ടും ഓരോ കുടുംബത്തിലുള്ളതാണ്, വളരെ ദേഷ്യപ്പെട്ടും മുന്നോട്ട് പോകുന്നു. പക്ഷെ അവിടെയും ഒരു കാര്യം ഇവിടെ സംവിധായക വരച്ച് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അച്ഛന്മാരും ഒരുപാട് പഠിക്കേണ്ട ഒരു പാഠമാണ് അവിടെ വളരെ വ്യക്തമായിട്ട്, എല്ലാവർക്കും അറിയാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ, എന്നാൽ തന്നെ വളരെ വ്യക്തമായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിൽ അച്ഛനായാലും അമ്മയായാലും കുട്ടികളെ വളർത്തുമ്പോൾ അവരെ എങ്ങനെ അവരുടെ കുറ്റങ്ങളും തെറ്റുകളും എങ്ങനെ പരിഹരിക്കണം, അല്ലെങ്കിൽ അതിനുള്ള എങ്ങനെയുള്ള മരുന്നുകൾ, അത് ഇന്നത്തെ അച്ഛന്മാരിലും അത് കുറവാണ്. ഇത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കാരണം അത് വളരെ ഭംഗിയായിട്ടാണ് വരച്ച് കാണിച്ചിരിക്കുന്നത്. കാരണം അച്ഛനാണെങ്കിൽ ഇത് കാണുമ്പോൾ അച്ഛൻ അസ്വസ്ഥനാവുകയാണ്. പക്ഷെ അച്ഛൻ അതിന് വേണ്ട ഒരു മരുന്ന് ഈ കുഞ്ഞിന് വേണ്ടി, കുഞ്ഞിനെ ഈ മേഖലയിലേക്ക് പോകുന്നല്ലോ അച്ഛന് വ്യക്തമായിട്ട് മനസ്സിലാവും. കുഞ്ഞ് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാകുന്നത്. അത് അച്ഛൻ അതിൻ്റെ ദേഷ്യം മൊത്തം കാണിക്കുകയും ചെയ്യുന്നുണ്ട്, അമ്മയെടുത്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അന്നേരവും അച്ഛൻ അതിനൊരു കൃത്യമായിട്ടൊരു മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. കണ്ടപ്പോൾ അടിക്കുന്നു, ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇതൊക്കെ എല്ലാ വീട്ടിലും അതാണ്. വളരെ മനോഹരമായിട്ടാണ് ആ അച്ഛൻ്റെ റോളൊക്കെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ മറ്റാരും കാണാത്ത ഒരു റോളാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. കാര്യം പറഞ്ഞാൽ അന്നേരവും അച്ഛൻ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഇതിൽ കൂടി അച്ഛൻ്റെ വഴിയിൽ ഇത് കണ്ടെങ്കിൽ തന്നെയും അതിനൊരു ശരിക്കും ഒരു മരുന്ന് അച്ഛൻ കണ്ടുപിടിക്കുന്നില്ല. ഇത് വളരെ വലിയൊരു ഫിലിമാണിത്. മരുന്ന് കണ്ടില്ല. അതിൻ്റെ ഫലമായിട്ട് സർവനാശത്തിൽ എനിക്കറിയാം എൻ്റെ മോൻ നശിക്കുകയാണ്. അച്ഛൻ്റെ എല്ലാ അച്ഛന്മാരും ചെയ്യുന്നത് പോലെ അച്ഛനങ്ങ് ചെയ്യുകയാണ്. അതിൻ്റെ സർവനാശത്തിലേക്ക് മകൻ എത്തുകയാണ് ചെയ്യുന്നത്.
അതേസമയം അമ്മയ്ക്കും മകൻ നശിക്കുന്നത് അറിയാമെങ്കിൽ തന്നെയും എല്ലാ അമ്മമാരും ചെയ്യുന്നത് പോലെ അമ്മ ആകപ്പാട് ചെയ്യുന്ന അവൻ്റെ കുറ്റങ്ങളൊന്നും അച്ഛനെ അറിയിപ്പിക്കരുത്, അച്ഛനിൽ നിന്നും രക്ഷ നേടണം. എൻ്റെ കുഞ്ഞ് എന്ത് ചെയ്താലും അതിൽ സന്തോഷം കണ്ടെത്തണം. അതൊരു സ്നേഹത്തിൻ്റെ ഒരു വാത്സല്യത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ തമ്മിലുള്ള ഒരു മത്സരമാണ് അവിടെ നടക്കുന്നത്. ഞാൻ ഏറ്റവും കണ്ടത് ഇതാണ്. ഇതിനകത്ത് അമ്മയുടെ സ്ഥിരമായിട്ടുള്ള ശൈലികളുണ്ടെങ്കിലും അച്ഛനിലുള്ള മാറ്റങ്ങൾ ഇതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടാകണമെന്നാണ് ഈ ഫിലിം നമ്മളെ കാട്ടിത്തരുന്നത്. അച്ഛനിലാണ് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അച്ഛനാണ് ഇവിടെ ഏറ്റവും വലിയ തെറ്റിലേക്ക് പോകുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫിലിം അതാണ് കാണിച്ചിരുന്നത്. അച്ഛൻ ഇത് അവൻ തെറ്റിലേക്ക് പോകുന്നെന്ന് അറിയാം, എന്നിട്ട് പോലും അച്ഛൻ അവനെ നിയന്ത്രിക്കാനോ പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യം അതാണ്. അമ്മമാരും പിന്നെ ആ ദേഷ്യവും ഒക്കെ അതിനൊരു മരുന്ന് കണ്ടുപിടിക്കണം. ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു അവാർഡ് കിട്ടേണ്ട ഏറ്റവും വലിയൊരു ഭാഗം അതാണ്. അതിനൊരു മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ ഏറ്റവും അവസാനം എൻ്റെ കുഞ്ഞ് നശിക്കുന്നെന്ന് അറിയാവുന്ന നാശം അവസാനം അതിൻ്റെ യഥാർത്ഥ നാശത്തിലേക്ക് എത്തുന്നതായിട്ടാണ് ഷോർട്ട് ഫിലിം ഇവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അമ്മ അവസാനം അറിയുന്നു, സ്വാഭാവികമായിട്ടും അമ്മ അവസാനം അറിയുന്നു. അമ്മയ്ക്കും നേരത്തെ പല സൂചനകൾ അച്ഛൻ കൊടുത്തിട്ട് പോലും അമ്മ അറിയുന്നു. അമ്മ അറിഞ്ഞിട്ട് പോലും അമ്മ പഴയ അമ്മ പോലെ അങ്ങ് പെരുമാറുകയാണ്. അമ്മയ്ക്ക് അതേ പറ്റൂ. അന്നേരം ഈ സമൂഹത്തിൽ വളരെ നടന്നുകൊണ്ടിരിക്കുന്നതും ഇന്ന് സമൂഹം ശ്രദ്ധിക്കാത്തതുമായിട്ടുള്ള മനോഹരമായ ഒരു അപകടം, വളരെ മനോഹരമല്ല, വലിയൊരു അപകടം മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന 3 ഘട്ടങ്ങളായിട്ട്. ആ അഭിനയിച്ചവരെല്ലാവരും വളരെ ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ അതുപോലെ അവതരിപ്പിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് അച്ഛൻ്റെയൊക്കെ കഥാപാത്രങ്ങൾ വളരെ വലുതാണ്. അച്ഛൻ്റെ നിസ്സഹായത വളരെ ഗംഭീരമായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അച്ഛൻ്റെ നിസ്സഹായത വളരെ വരച്ചു കാണിക്കുന്നുണ്ട്. ഈ സ്വാഭാവികമായിട്ട് എല്ലാ അച്ഛന്മാരും ഇതുപോലെ ഓരോ നിമിഷവും തനിക്കറിയാവുന്ന കാര്യങ്ങളിൽ ഒരു മരുന്ന് കണ്ടുപിടിക്കാതെ അവസാനം സർവനാശവും കണ്ടുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുകയാണ്. ഇത് അച്ഛൻ വളരെ മനോഹരമായിട്ട് അവിടെ വരച്ചു കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മയുടെ നിസ്സഹായതയിൽ നിന്നും അമ്മയുടെ ലാളനയിൽ നിന്നും അവസാനം അമ്മ കാര്യങ്ങൾ അറിയുമ്പോൾ തകർന്നു പോകുന്നതും, അതുതന്നെ ഓരോ ബാല്യം കൗമാരും ഒക്കെ വന്ന കുട്ടികൾ വളരെ ഗംഭീരമായിട്ട് വരച്ചു കാണിച്ചു. ഇതിനെല്ലാം ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഇതിൻ്റെ സംവിധായകർക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഒരു സംഭാഷണം പോലും ഇല്ലാതെ, പക്ഷേ അങ്ങനെ 24 മണിക്കൂറും നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് രീതിയിൽ പല മനസ്സുകളിൽ പല രീതിയിൽ ചിന്തിപ്പിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായി ചിത്രീകരിച്ച ഇതിന് ഒരു അവാർഡ് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അവാർഡ് കിട്ടില്ലെങ്കിൽ അതൊരു വലിയൊരു നഷ്ടമായിരിക്കും. എല്ലാവരും ഇത് കാണുകയും വേണം, എല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണം. ഒന്ന് വളരെ മനോഹരമായിട്ട് ഒരു പോറൽ പോലും ഇല്ലാതെ വളരെ മനോഹരമായി ചിത്രീകരിച്ച ഈ ആരെന്ന ഈ ചോദ്യചിഹ്നത്തോടു കൂടി തന്നെയാണത്. ആര്, ഇതിൻ്റെ എല്ലാം തെറ്റുകാരാര്? കുട്ടിയാണോ, അമ്മയാണോ, അച്ഛനാണോ, സമൂഹമാണോ? അങ്ങനെ വളരെ നല്ലൊരു ടൈറ്റിലും കൊടുത്ത ഇതിന് സർവ്വവിധ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കിഴക്കേക്കരയിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. കിഴക്കേക്കരട് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. പ്രസിഡന്റ് ഉമാദേവിയമ്മ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അംഗങ്ങളായ റാണി സുരേഷ്, എസ് സുനിൽകുമാർ, ശ്രുതി, പഞ്ചായത്ത് അംഗങ്ങളായ വിജയമ്മ, ശ്രീരാഗ് മഠത്തിൽ, മായാദേവി, സജിലാൽ, രതീഷ്, പ്രദീപ് കുമാർ, ഷാജി മുട്ടം, മല്ലിക, ലാലി KG, അമ്പളി ശങ്കർ, ആർ രവീന്ദ്രൻ നായർ, സെക്രട്ടറി സുചിത്രാദേവി എന്നിവർ സംസാരിച്ചു. തൂത്തുപറക്കി മുഴുവൻ ഒന്നൊഴിയാതെ ഒരു പ്രൈമറി സ്കൂളിൽ അധ്യാപകന്മാരായിട്ടുള്ളവരെല്ലാം തമ്മിൽ കടിപിടി കൂടിക്കൊണ്ടിരിക്കുന്ന വിവരം മേലധികാരികൾ അറിഞ്ഞ മാത്രയിൽ തന്നെ അവിടുത്തെ അധ്യാപകന്മാരെ തൂത്തുപറക്കി ഓരോ ദിക്കിലേക്കും എറിയുകയുണ്ടായി. പണ്ട് കുട്ടിക്കാലത്തൊക്കെ, ഇപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ഇല്ലല്ലോ, ഇഷ്ടം പോലെ പലഹാരങ്ങൾ കിട്ടും. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയല്ല. 6-7 പേരൊക്കെ ഉള്ളതുകൊണ്ട്
ഈ പലഹാരങ്ങളൊക്കെ വളരെ കുറച്ചാണ് കിട്ടുന്നത്. കിട്ടുന്ന സമയത്ത് നമ്മളിത് ചിലതൊക്കെ മോഷ്ടിച്ചിങ്ങനെ വായിലേക്കിടും. വായിലേക്കിട്ട് കഴിഞ്ഞാൽ ചിലപ്പോഴായിരിക്കും അമ്മയോ ആരെങ്കിലുമൊക്കെ മുതിർന്നവരോ, അപ്പോഴും നമ്മളിങ്ങനെ പൂട്ടി ഇങ്ങനെ നിൽക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കത്തിലിത്. അവരുടെ മുമ്പിൽ ചെന്നിരുന്ന് തന്നെ ഇത് നമ്മളിങ്ങനെ തിന്നും. ഉടനെ ചോദിക്കും, എന്താണ് നീ അയവാട്ടുന്നത്? എന്നാൽ നമുക്കന്ന് അയവാട്ടുന്ന എന്തുവാന്ന് പറഞ്ഞാൽ അതിൽ പശുവിനെ കാളയം പോലെയൊക്കെ നീ എന്തുകൊണ്ട് അയവാട്ടുന്നത്. പക്ഷെ ചില മൃഗങ്ങൾ അയവാട്ടുന്ന മൃഗങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് മറ്റു മൃഗങ്ങളും വ്യത്യസ്തമായിട്ട് ഇത് അയവാട്ടുന്നത്? അതിൻ്റെ ശാസ്ത്രമുണ്ട്. ശാസ്ത്രത്തിലേക്ക് പോകാം. പണ്ടൊക്കെ വീടുകളിൽ പ്രത്യേക പലഹാരങ്ങളും മറ്റും അടിച്ചു മാറ്റി കഴിക്കുന്ന കുട്ടികൾ ചവച്ചിരിക്കുമ്പോൾ അമ്മമാർ ചോദിക്കുമായിരുന്നു, നീ എന്താടാ അല്ലെങ്കിൽ എന്താടി അയവാട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇന്നത്തെ കുട്ടികൾക്ക് ഈ പ്രയോഗം പോലും അറിയില്ല. കാരണം അവർ പ്ലാസ്റ്റിക് കവറുകളുടെ ലോകത്തേക്ക് പെറ്റുവീണവരാണല്ലോ. പാലെന്ന് പറഞ്ഞാൽ കവറുപാലെന്ന് മാത്രം അറിയുന്ന കുട്ടികൾക്ക് പശുവിനെയും എരുമയും ഒന്നും അടുത്ത് പരിചയമില്ലല്ലോ. നമുക്ക് പരിചയമുണ്ടെങ്കിലല്ലേ അതിനെ നിരീക്ഷിക്കാനും അതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാനും കഴിയൂ. പഴയ ക്ലാസ്സുകളിൽ അയവാട്ടുന്ന മൃഗം ഏതെന്ന ചോദ്യമുണ്ടായിരുന്നു. മറുപടി പശുവെന്നാണ്. അതെ, പശുക്കൾ അയവാട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. പശുക്കളും എരുമകളും മറ്റും വിശ്രമവേളയിൽ അയവിറക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മേച്ചിൽ സമയത്ത് അധികം ചവയ്ക്കാതെ വിഴുങ്ങിയ ആഹാരം വിശ്രമ സമയത്ത് ഒരിക്കൽ കൂടി ആമാശയത്തിൽ നിന്ന് വായിലേക്ക് കൊണ്ടുവന്ന് നന്നായി ചവച്ചരയ്ക്കുന്നതിനായാണ് അയവിറക്കൽ അഥവാ അയവാട്ടൽ എന്ന് പറയുന്നത്. പശുവിനെയും മറ്റും വേട്ടയാടാൻ തക്കം പാർത്തിരിക്കുന്ന മാംസഭോജികളുണ്ട്. അതുകൊണ്ട് മേയുന്ന സമയത്ത് അപകടഭീതി കൂടാതെ ഭക്ഷണം ചവച്ചരച്ച് തിന്നാനുള്ള സാവകാശം ഇവയ്ക്ക് ലഭിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാവണം മേച്ചിൽ സമയത്ത് കിട്ടുന്നവിടത്തോളം പുല്ലും ഇലകളും കടിച്ചെടുത്ത് ആമാശയത്തിനകത്താക്കുകയും പിന്നീട് അപകടഭീതിയില്ലാത്ത സങ്കേതങ്ങളിൽ എത്തിയ ശേഷം നേരത്തെ വിഴുങ്ങിയ ആഹാരം ഉരുളകളായി വായിൽ തിരിച്ചു കൊണ്ടുവന്ന് സാവധാനത്തിൽ ചവച്ചരയ്ക്കുകയും ചെയ്യുന്നു. ഇതിനുള്ള പ്രത്യേക അവയവങ്ങളും രൂപം കൊണ്ടിട്ടുണ്ട്. അയവിറക്കലിന് അനുയോജ്യമായ ആമാശയഘടനയാണ് പശുക്കൾക്കുള്ളത്. ധാരാളം ആഹാരപദാർത്ഥങ്ങൾ ശേഖരിച്ചു വയ്ക്കാനും ചവച്ചരയ്ക്കാത്തതും ചവച്ചരച്ചതുമായ ആഹാരപദാർത്ഥങ്ങൾ തമ്മിൽ കലരാതിരിക്കാനുമായി ആമാശയത്തിൽ 4 അറകൾ ഇവയ്ക്കുണ്ട്. കാട്ടുപോത്ത്, മാൻ എന്നീ മൃഗങ്ങളും അയവിറക്കുന്ന സ്വഭാവക്കാരാണ്. അതേസമയം മാംസഭോജികളെ പേടിക്കേണ്ടതില്ലാത്ത ആന തുടങ്ങിയ വലിയ മൃഗങ്ങളിൽ അയവിറക്കൽ സ്വഭാവം കാണുന്നില്ല. എങ്കിലും പൂർവികരിൽ നിന്ന് തലമുറകളിലൂടെ കിട്ടിയ ശാരീരിക പ്രത്യേകതകളും സ്വഭാവങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് മാത്രം. ആരോഗ്യമുള്ള മനസ്സിനും ആരോഗ്യമുള്ള ശരീരത്തിനും വേണ്ടത് വ്യായാമമാണെന്ന് ലോകമാകെ അംഗീകരിച്ച സത്യമാണ്. മരുന്നുകൾ ആരോഗ്യം തരില്ല. ആരോഗ്യം ക്ഷയിക്കുമ്പോഴാണ് നമ്മൾ മരുന്നുകൾ തേടി പോകുന്നത്. ആരോഗ്യം കാത്തുസൂക്ഷിക്കാനും രോഗപ്രതിരോധ ശേഷി നിലനിർത്താനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും കളരിയും യോഗയും അഭ്യസിക്കൂ. കേരളത്തിന്റെ തനത് അയോധന കലയായ കളരിപ്പയറ്റ് അഭ്യസിക്കാനും യോഗ പരിശീലിക്കാനും പാരമ്പര്യത്തിന്റെ തഴക്കമുള്ള യോഗാചാര്യ മലബാർ പി വാസുദേവൻ ഗുരുക്കൾസ് CVN കളരി യോഗ മർമ്മ ചികിത്സാശ്രമത്തിൽ പ്രവേശനം നേടൂ. കളരിയെക്കുറിച്ച് അറിയാനും അഡ്മിഷൻ നേടാനും യോഗാചാര്യ മലബാർ പി വാസുദേവൻ ഗുരുക്കൾസ് CVN കളരി യോഗ മർമ്മ ചികിത്സാശ്രമം, അയത്തിൽ പുളിയത്തുമുക്ക്, കൊല്ലം. ഫോൺ യോഗാചാര്യ ശിവകുമാർ ഗുരുക്കൾ 93 87 32 32 42. കുണ്ടറയിലെ പരിശീലന കേന്ദ്രം കേരളപുരം ESIക്ക് സമീപം റെയിൽവേ സമാന്തര റോഡിൽ പ്രവർത്തിക്കുന്നു. ഫോൺ 94 47 11 99 80. പേരയത്ത് മുട്ടക്കോഴികളെ വിതരണം ചെയ്തു. പേരയം പഞ്ചായത്ത് ജനകീയാസൂത്രണം 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള മുട്ടക്കോഴി വിതരണം പദ്ധതി 1ാം ഘട്ട വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ജനവിഭാഗത്തിൽ ഒരു വാർഡിൽ 20 വീതം 280 കുടുംബങ്ങൾക്കും SC വിഭാഗത്തിൽ 75 കുടുംബങ്ങൾക്കും ആനുകൂല്യം ലഭിക്കും. ഒരു കുടുംബത്തിന് 5 മുട്ടക്കോഴികളെയാണ് ലഭിക്കുക. വികസന സമിതി അധ്യക്ഷൻ B. സ്റ്റാഫോർഡ്, ആരോഗ്യസമിതി അധ്യക്ഷ ലത ബിജു, ക്ഷേമസമിതി അധ്യക്ഷ N. ഷേർലി, പഞ്ചായത്ത് അംഗങ്ങളായ ആലിഷ് ഷാജി, ബിനോയ് ജോർജ്, രജിത സജീവ്, വിനോദ് പാപ്പച്ചൻ, സിൽവിയ സെബാസ്റ്റ്യൻ, വൈ ചെറുപുഷ്പം, സുരേഷ് B, വെറ്റിനറി സർജൻ ഡോക്ടർ ദീപ മേരി, ലത, മനുകുമാർ എന്നിവർ സംസാരിച്ചു. കിഴക്കേക്കരട പഞ്ചായത്തിൽ കന്നുകുട്ടികളെ വിതരണം ചെയ്തു. കിഴക്കേക്കരട ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയാസൂത്രണം 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വനിതകൾക്ക് കന്നുകുട്ടി വിതരണത്തിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് ഉമാദേവി അമ്മ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് അധ്യക്ഷത വഹിച്ചു. വികസന സ്ഥിരം സമിതി അധ്യക്ഷ റാണി സുരേഷ്,
ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷ എ സുനിൽകുമാർ, മെമ്പർമാരായ ശ്രീരാഗ് മഠത്തിൽ, അമ്പളി ശങ്കർ, വെറ്റിനറി ഡോക്ടർ ഭാഗ്യശ്രീ, ഇൻസ്പെക്ടർ ശ്രീലജ എന്നിവർ പങ്കെടുത്തു. കഷ്ടം കൂടാതെ ഇഷ്ടമില്ല, ബുദ്ധിമുട്ട് കൂടാതെ സമൃദ്ധിയും നന്മയും ഉണ്ടാവുകയില്ല. ഒരു നഷ്ടവും ഒരു ഛേദവുമില്ലാത്തതാണ് ഒരു പുഞ്ചിരി ഒരാൾക്ക് നൽകുക എന്ന് പറയുന്നത്. പക്ഷേ പുഞ്ചിരിക്ക് വലിയ ദോഷമൊന്നുമില്ല, അത് വളരെ നിർഗുണ പരബ്രഹ്മമാണ്. പക്ഷേ അനവസരത്തിൽ അത് എതിർലിംഗക്കാർക്ക് നൽകുമ്പോൾ ചിലപ്പോൾ പണി കിട്ടും. പക്ഷേ അങ്ങനെയുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ എതിരെ വരുന്ന ഒരാളോട് ഒരു സൗഹൃദത്തെ ഒന്ന് സന്തോഷിച്ച് ഒന്ന് പുഞ്ചിരിച്ച് ഒന്ന് കടന്നു പോകുന്നത് തന്നെ, ഒന്ന് മിണ്ടിയില്ലെങ്കിലും ഒന്ന് ചിരിച്ചു പോകുന്നത് വളരെ മനോഹരമാണ്. ചിരി കൊടുക്കുന്നയാളിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല, അയാളുടെ ആരോഗ്യം വർദ്ധിക്കും. ചിരി കിട്ടുന്നയാളിനും അതുപോലെ തന്നെ വലിയ നഷ്ടമൊന്നുമില്ല, പക്ഷേ അയാൾക്കും ഒരു മനസ്സിനൊരു സന്തോഷവും ആഹ്ലാദം കിട്ടും. കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ഒരേപോലെ ഗുണം ചെയ്യുന്നതെന്നാണ് പുഞ്ചിരി. അതുകൊണ്ട് പുഞ്ചിരിക്കാനുള്ള ഒരവസരവും നിങ്ങൾ നഷ്ടപ്പെടരുത്, പുഞ്ചിരി നേടാനുള്ള ഒരവസരവും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. പുഞ്ചിരിയുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ നിന്നെടുത്ത ഒരു കുറിപ്പ് ഇന്ന് നല്ല വാക്കോതുവ ത്രാണി ഉണ്ടാകണം പങ്ക്തിയിൽ നമുക്ക് വായിക്കാം. ഹൃദയം നിറഞ്ഞ് എങ്ങനെ കരയണമെന്നറിയാത്തവർക്ക് ഹൃദയം നിറഞ്ഞ് എങ്ങനെ ചിരിക്കണമെന്നും അറിയില്ല. മനുഷ്യന്റെ സവിശേഷതയാണ് ചിരിയും കരച്ചിലും. സന്തോഷവും സന്താപവുമാണ് ചിരിയിലേക്കും കരച്ചിലേക്കും മനുഷ്യനെ നയിക്കുന്നത്. എന്നാൽ എല്ലാ സന്തോഷവും ചിരിപ്പിക്കാറില്ല, എല്ലാ ദുഃഖവും കരയിപ്പിക്കാറുമില്ല. സന്തോഷവും ദുഃഖവും ഹൃദയസ്പർശിയായിരിക്കണം, അപ്പോഴാണ് ചിരിയോ കരച്ചിലോ ഉണ്ടാവുക. ശുദ്ധമായ മനസ്സുള്ളവരാണ് കരച്ചിൽ വരുമ്പോൾ കരയുന്നതും ചിരി വരുമ്പോൾ ചിരിക്കുന്നതും. അപ്പോൾ അവർക്ക് സ്ഥലകാലബോധം ഉണ്ടാവില്ല. സദാ ചിരിയും പുഞ്ചിരിയും പൊട്ടിച്ചിരിയുമുണ്ട്. അവയിൽ തന്നെ അസൽ ചിരിയും കള്ളച്ചിരിയും പരിഹാസച്ചിരിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളുടെ മനോഭാവത്തെ അളക്കുവാനുള്ള മാനദണ്ഡമാണ് ചിരി. പ്രഗത്ഭ സാഹിത്യകാരനായ ദസ്തയേവ്സ്കി പറഞ്ഞു, ഒരു മനുഷ്യനെ അടുത്തറിയണമെങ്കിൽ, അവന്റെ ആത്മാവിന്റെ അകക്കയങ്ങളിൽ എത്തി നോക്കണമെങ്കിൽ അവൻ ചിരിക്കുന്നത് മാത്രം നോക്കിയാൽ മതി. അകളങ്കമായും അകമൊഴിഞ്ഞുമാണ് ചിരിക്കുന്നതെങ്കിൽ അവൻ തീർച്ചയായും നല്ലവനാണ്. മനുഷ്യപ്രകൃതത്തിന്റെ ഏറ്റവും നല്ല അളവുകോലാണ് ചിരി. മുഖമനസ്സിന്റെ കണ്ണാടിയാണെന്നാണ് പഴമൊഴി. മനസ്സിലെ വിചാരവികാരങ്ങളുടെ പ്രതിഫലനങ്ങൾ മുഖത്ത് പ്രകടമാകുമെന്നർത്ഥം. മനസ്സിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടെങ്കിലേ മുഖത്ത് പുഞ്ചിരി വിടരൂ. മനസ്സ് നിർമ്മലമല്ലെങ്കിൽ അതിൽ സ്നേഹമുണ്ടാകില്ല, പകരം വെറുപ്പും വിദ്വേഷവുമാണ് ഉണ്ടാവുക. അത്തരം മനസ്സുള്ളവന് എങ്ങനെ ആത്മാർത്ഥമായി പുഞ്ചിരിക്കുവാൻ കഴിയും? കരച്ചിൽ വരുമ്പോൾ കരയാനും ചിരി വരുമ്പോൾ ചിരിക്കാനും മാത്രം ശുദ്ധത നമ്മുടെ മനസ്സിനുണ്ടാവട്ടെ. നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന സ്നേഹത്തിനും സഹകരണത്തിനുമൊക്കെ നാട്ടുവട്ടം ടീമിൻ്റെ നന്ദിയും ആദരവും അർപ്പിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ ലൈല ക്രിയേഷൻസിൻ്റെ ആദ്യത്തെ സിനിമ ആര് നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ സിനിമ കാണണം. നിങ്ങളുടെ കുടുംബത്തെ ഒന്നാകെ ആ സിനിമ കാണിക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. കാരണം ഞങ്ങളിത് എന്നും പറയാനുള്ള കാരണം, നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കൾ, ഞങ്ങൾ വിചാരിച്ചത് കഴിഞ്ഞ 9-ാം തീയതി നമ്മളത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതാണ്. 2-3 പ്രാവശ്യം മിക്കവാറും എല്ലാവർക്കും നമ്മളതിൻ്റെ ലിങ്കും അയച്ചതാണ്. എന്നിട്ട് പോലും വളരെ അടുത്ത സുഹൃത്തുക്കൾ ഇന്നും കാണാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിത് നിരന്തരമായി പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആര് സിനിമ നിങ്ങൾ കാണുകയും 14 മിനിറ്റുള്ള ഷോർട്ട് ഫിലിം നിങ്ങൾ കാണുകയും വിലയിരുത്തുകയും നിങ്ങളുടെ മെച്ചപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മറ്റ് 2 ചാനലുകളായ ലൈല അവർ ലവ്, ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ് 2 ചാനലുകളും നിങ്ങൾ കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി 10-നും 11-നും മധ്യേ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെയും നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.